തള്ളായിരുന്നു. ലോകം തള്ളുവാനായി നിന്നെ തള്ളിയെന്നോ? എന്നിട്ട് ഒരാൾ തള്ളിയാൽ നമ്മൾ വീണില്ലേ? ഞാൻ വീണു. നീ വീണോ? എടാ നിനക്ക് ബാലൻസ് ചെയ്താ പോരായിരുന്നോ? എനിക്ക് ബാലൻസ് കിട്ടിയില്ല. നിനക്ക് ബാലൻസ് കിട്ടിയില്ലേ? എനിക്ക് ബാലൻസ് കിട്ടി. എപ്പോ? രാവിലെ സ്കൂളിൽ നിന്ന് ബുക്ക് വാങ്ങിയപ്പോ. ആലക്കാരും പറയുമ്പോ ചേലക്കാരും പറയില്ലേ? എടി എന്നെ തള്ളിവിട്ട അവൻ എന്തായാലും ഒരു പണി കൊടുക്കണം. ആര് പണി കൊടുക്കും? നിങ്ങൾ പണി കൊടുക്കും. എന്തായാലും ഈ പണി നമുക്ക് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതിനൊക്കെ ഒരാൾ എന്റെ വക്കീലുണ്ട്. ആരാ? നിങ്ങളൊക്കെ എന്റെ ഒപ്പം വാ. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. വിളിച്ചു നോക്കാം. ഞാൻ ഗുണ്ടകളെ ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല. ഇന്നൊന്ന് നേരിട്ട് കാണണം. ഒരാളെ ഗുണ്ട എന്ന് വിളിക്കുന്നത് ശരിയാണോ? റെസ്പെക്ട് കൊടുക്കണം. സാറേ സാറേ സാറിന് വിളിക്കാൻ ഞാനായിരുന്നു നിങ്ങളുടെയൊക്കെ അധ്യാപകനോ? സോറി മാഷേ മാഷേ. മാഷെന്ന് വിളിക്കാൻ ഞാനായിരുന്നു നിങ്ങളുടെയൊക്കെ ഡാൻസ് മാഷോ? എന്തെന്ന് വിളിക്കണം? നിങ്ങൾക്ക് എന്നെ എന്ത് തോന്നിയ ദിവസം വിളിക്കാം. എന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങളൊക്കെ ഞാൻ ഗുണ്ടാവിന്റെ മകൻ കുഞ്ഞുഞ്ഞു. ഫാദർ ഇവിടെ ഉണ്ടോ? ഫാദർ അങ്ങനെ എവിടെ ഉണ്ടാകുന്നത്? ഫാദർ പള്ളിയിലല്ലേ? ഞങ്ങൾ ചോദിച്ചത് കുഞ്ഞുഞ്ഞിന്റെ ഫാദറിന്റെ കാര്യം. കുഞ്ഞുഞ്ഞിന്റെ ഫാദറല്ലേ ഗുണ്ടാവിജു? അതെ. അപ്പൻ അട്ടപ്പാടിക്ക് പോയതോ? പുതിയ വല്ല കൊട്ടേഷൻ ഉണ്ടായിരിക്കും അല്ലേ? കൊട്ടേഷനോ? അതൊക്കെ അപ്പ നിർത്തി. ഈ അപ്പൂനെ ആരെ തള്ളി മറിച്ചിട്ടോ? അവനൊരു പണി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത്. ഇനിയിപ്പോ അത് നടക്കില്ലല്ലോ. നിങ്ങളൊക്കെ LP സ്കൂളിലല്ലേ പഠിക്കണേ? അതെ. ഇതൊരു LP സ്കൂൾ പ്രശ്നമായതുകൊണ്ട് ഞാൻ തന്നെ തീർത്തു തന്നാൽ മതിയോ? എനിക്കെന്ത് കിട്ടും? അരമക്കത്ത് ചാമ്പങ്ങ 2-3 മൂത്ത പേരക്കയും കൂടി തരാം. അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് 5ന്റെ 5 മഞ്ച് തന്നാ മതി. അതെന്തിനാ 5 മഞ്ച്? ഒരെണ്ണം എനിക്ക് തിന്നാൻ, ബാക്കി 4 എണ്ണം നിങ്ങൾക്ക് തിന്നാൻ. ഞങ്ങൾക്കോ? അതേന്ന്. ഇല്ലേ ഞാൻ കഴിക്കുമ്പോ നിങ്ങൾ വായക്കട വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് നോക്കി നിൽക്കും. അത് ശരി തന്നെ. എന്നാ ശരി. 5ന്റെ 5 വെച്ചിരിക്കുന്ന അവന്റെ സൈക്കിൾ ഞങ്ങൾ കാണിച്ചു തരാം. നീ ചെന്നതിന് കാറ്റ് കുത്തി വിടണം. കമ്പിപ്പാരുണ്ടോ? അതെന്തിനാ? കാറ്റ് കുത്തിവിടാൻ. ഇവരൊക്കെ ബുദ്ധിയുണ്ടോ? കൈ കൊണ്ട് കാറ്റ് കുത്തിവിടാൻ പാടില്ലടാ. എടാപോടാ വിളിയൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഈ കുഞ്ഞുഞ്ഞിന്റെ ബുദ്ധിപരമായ നീക്കം നിങ്ങളൊക്കെ കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ. അതിന് നിനക്ക് ബുദ്ധിയുണ്ടോ? നിന്റെ ഈ മീശ കണ്ട കോമാളിയാ നീ പറയൂ. ഈ പെണ്ണുങ്ങൾ കുറച്ച് കളിയാക്കാൻ കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. നിൽക്ക്. എന്തോ കുസൃതി ഒപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ. അന്യരെ ദ്രോഹിക്കുന്നത് വലിയ പാപമാണ്. അതിനെ പ്രേരിപ്പിക്കുന്നത് അതിനേക്കാൾ വലിയ പാപമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഇവരുടെ കൂട്ടുകാരുടെ സൈക്കിളിന്റെ കാറ്റ് കുത്തിക്കളയാൻ എന്നോട് പറഞ്ഞു. മഞ്ച് വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചു. ഇനി ഞാൻ നല്ല കുട്ടി ആയിക്കോളാമേ. അപ്പോൾ മഞ്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ആ തെറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അല്ലേ? വീട്ടിലിരിക്കാതെ നാളെ മുതൽ നീ സ്കൂളിൽ പോയിക്കൊള്ളണം. തെറ്റ് പറ്റിപ്പോയി ഫാദർ. കൂട്ടുകാരുടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു തെറ്റുണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുകയാണോ വേണ്ടത്? ഈശോയുടെ നാമത്തിൽ ക്ഷമിക്കുകയല്ലേ വേണ്ടത്? നമ്മളുടെ തെറ്റുകൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മളും ക്ഷമിക്കുകയല്ലേ മക്കളെ വേണ്ടത്? അപ്പോഴത്തെ ദേശത്തിൽ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നി. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു മക്കളെ. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല.